അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് സുപ്രീം കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഡി.കെയുടെ പേരിൽ 2020 രജിസ്റ്റർ ചെയ്ത CBI കേസ് പിൻവലിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. ശിവകുമാർ വർഷങ്ങളായി നിയമപോരാട്ടം നടത്തുന്ന ഈ കേസ് എങ്ങനെ, ഏതു സാഹചര്യത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്? കർണാടക മുഖ്യമന്ത്രി കസേര മോഹവുമായി നടക്കുന്ന ശിവകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരുനിഴലാകുമോ ഈ കേസ്? അതോ ശിവകുമാർ വാദിക്കും പോലെ കേസ് ഒരു രാഷ്ട്രീയ പകപോക്കലാണോ? ശിവകുമാർ കർണാടക ഊർജ്ജമന്ത്രിയായിരിക്കെ 2017 ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയാണ് കേസിന്റെ തുടക്കം. ശിവകുമാറിന്റെ ബംഗളൂരുവിലെയും ഡൽഹിയിലെയും വീടുകളിലും ഓഫീസുകളിലുമായി നടത്തിയ റെയ്ഡിൽ ലഭിച്ച രേഖകൾ ആദായ നികുതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. തുടർന്ന് ED നടത്തിയ അന്വേഷണത്തിൽ ശിവകുമാറിന്റെ പക്കൽ കണക്കിൽപ്പെടാത്ത സമ്പാദ്യം കണ്ടെത്തുകയായിരുന്നു. ശിവകുമാറും കുടുംബവും വരവിൽ കവിഞ്ഞ് 74.93 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു പ്രാഥമിക വിവരം. ഡൽഹിയിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഡി.കെ. ശിവകുമാറിനെ ED അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചു. 2019 കർണാടകയിൽ അധികാരം തിരിച്ചുപിടിച്ച BJPയുടെ നേതൃത്വത്തിലുള്ള BS യെദ്യൂരപ്പ സർക്കാർ ഡി.കെ. ശിവകുമാറിനെതിരെയുള്ള കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കി. 2020 ഡി.കെക്കെതിരെയുള്ള സ്വത്ത് സമ്പാദന കേസ് അന്വേഷിക്കാൻ CBIയുടെ വരവ്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് മുതൽ ഇങ്ങോട്ട് നടന്നതെല്ലാം കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന BJPയുടെ കുതന്ത്രവും രാഷ്ട്രീയ പകപോക്കലുമാണെന്ന വാദമാണ് ഡി.കെയുടേത്. 2017 ഗുജറാത്തിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ BJPയുടെ ഓപ്പറേഷൻ താമര ഭയന്ന് കോൺഗ്രസ് MLAമാർ കർണാടകയിലേക്ക് പലായനം ചെയ്തിരുന്നു. MLAമാർക്ക് അന്ന് സംരക്ഷണം നൽകിയത് ഡി.കെയുടെ ഉടമസ്ഥതയിൽ ബംഗളൂരുവിന് പുറത്തുള്ള റിസോർട്ടിലായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് സംഘം ഡി.കെയെ തേടിയെത്തിയത്. വർഷങ്ങൾ കഴിഞ്ഞു, കാലം മാറി, കഥ മാറി, കർണാടകയിലെ രാഷ്ട്രീയ അന്തരീക്ഷവും മാറി. 2023 കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചതോടെ പന്ത് ഡി.കെയുടെ കോർട്ടിലെത്തി. കേസ് അന്വേഷണത്തിന് CBIക്ക് അനുമതി നൽകിയ മുൻ BJP സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കാൻ സിദ്ധരാമയ്യ സർക്കാരിന്റെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. CBI അന്വേഷണം 90% പൂർത്തിയായി നിൽക്കുമ്പോഴായിരുന്നു സർക്കാരിന്റെ ഈ നിർണായക നീക്കം. CBI രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായി കർണാടക സർക്കാർ ഹൈക്കോടതിയിലെത്തി. CBIയുടെ കൂടി വാദം കേട്ട കോടതി FIR തള്ളാനാകില്ലെന്ന് വിധിച്ചു. 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ CBIയോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നായിരുന്നു ശിവകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയും കൈവിട്ട സ്ഥിതിക്ക് ഡി.കെക്ക് മുന്നിൽ ഇനി മറ്റു മാർഗങ്ങൾ കുറവാണ്. കസേര പങ്കിടൽ ഫോർമുല പ്രകാരം അടുത്ത 2.5 വർഷക്കാലം കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിലേറാനുള്ള തയ്യാറെടുപ്പിലാണ് ഡി.കെ. കാലാവധി തീരും മുമ്പേ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഓടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ഡി.കെ പക്ഷം. ഇതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എങ്ങനെയാകും ഈ കേസിനെ മറികടക്കുക?